ഇപ്പോൾ നിലമ്പൂർ ആശുപത്രിക്ക് മുന്നിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രതികരണം. അകാരണമായി മർദ്ദിക്കാനും അവരെ വണ്ടിയിൽ കയറ്റി അവരെ മർദ്ദിക്കാനും, അതുമാത്രമല്ല അവരെ വല്ല വാഗൻ ട്രാജഡിയിൽ ഇടുന്നത് പോലെ അവരതിനിട്ട് കൊട്ടിയടച്ച് ഈ രൂപത്തിൽ അവരെ മർദ്ദിക്കുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടായത്. വളരെ സമാധാനപരമായിട്ട് ഇപ്പൊ അവര് നിരുപാധികം വിട്ടയച്ചു എന്ന് പറയുന്നു. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ ഉറപ്പ് പറയാണ്, എന്തൊക്കെയായാലും ശരി ഈ പ്രശ്നത്തിൽ ഈ 15 വയസ്സുള്ള ഒരു കുട്ടിയെ ഇങ്ങനെ ഈ രൂപത്തിൽ കൊന്നൊടുക്കാൻ കൂട്ടുനിന്ന ഈ പറയുന്ന സർക്കാരിനെതിരെ, അതിനുവേണ്ടി മൗനാനുവാദം കൊടുത്ത KCB ഡിപ്പാർട്ട്മെന്റിനെതിരെ കൃത്യമായ നടപടികളും കാര്യങ്ങളും എടുത്തിട്ടില്ലെങ്കിൽ ഇതിലും വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് UDF മുന്നോട്ട് പോകും. യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇതിനൊരു പരിഹാരമുണ്ടായേ പറ്റൂ. 1ഉം 2ഉം വീഴ്ചയല്ലല്ലോ നിലമ്പൂരിൽ ഉണ്ടാവുന്നത്. ദിവസവും കാട്ടാൻ ആക്രമണം നടക്കുക. 2 പേരെ ഈ 3 മാസം മുൻപാണ് 2 പേരെ, ഒരാഴ്ചക്കുള്ളിൽ 2 പേരെ കൊന്നൊടുക്കിയത്. ദിവസവും പുലി വരുന്നു, കടുവ വരുന്നു. ഇവിടെ ജനങ്ങൾക്ക് പകൽ പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥാവിശേഷം. മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ സ്കൂൾ വിട്ടുവരുന്നതുവരെ ആദിയായി വീട്ടിൽ കഴിയേണ്ടി വരുന്ന മാതാപിതാക്കൾ, ഭർത്താവ് രാവിലെ ടാപ്പിങ്ങിന് പോയാൽ ടാപ്പിംഗ് കഴിഞ്ഞ് വരുന്നതുവരെ ആദിയോടെ നിൽക്കുന്ന ഭാര്യയും മക്കളും. ഇതാണ് ഈ നാടിന്റെ അവസ്ഥ. ഈ അവസ്ഥ ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുക മാത്രമല്ല, ഇനിയെങ്കിലും നിലമ്പൂരിന് ഈ ദാരുണമായ ഈ ദുസ്ഥിതിയിൽ നിന്നും ഒന്ന് കരകയറാൻ എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യാൻ. എത്ര പേരെ കൊന്നിട്ടും ഇനിയും ഈ സർക്കാർ കണ്ണു തുറന്നിട്ടില്ല. എത്ര സംഭവങ്ങൾ, 1ഉം 2ഉം 3ആണോ? ഞങ്ങളിവിടെ പര്യടനം നടക്കുക, പഞ്ചായത്തിലെ പര്യടനം നടക്കുന്ന സമയത്ത് ഞാൻ എടക്കരയിലെത്തിയപ്പോ എടക്കര ഞങ്ങളുടെ സ്വീകരണ യോഗം നടക്കുന്നതിന് തൊട്ടപ്പുറത്ത് 150 മീറ്റർ അപ്പുറത്ത് പകൽ ആന ഇറങ്ങിയിരിക്കുക. എന്ത് സംവിധാനം ഉള്ളത്? ഈ ജനവാസ കേന്ദ്രങ്ങളെ സംരക്ഷിക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല. ഈ ദാരുണമായ അവസ്ഥയിൽ നിന്നും നിലമ്പൂരിനെ രക്ഷിച്ചേ പറ്റൂ. അതിന് ഏതൊരറ്റം വരെ പോയാലും അത് പോകാൻ UDF തയ്യാറാണ്. ഈ കുട്ടിയെ കൃത്യമായി പറഞ്ഞാൽ ഇതൊരു ഗവൺമെന്റ് സ്പോൺസേഡ് മർഡർ ആയിട്ട് വേണം കണക്കാക്കാൻ. അല്ല, രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കലല്ലോ, ഇതിന് യാഥാർത്ഥ്യം അതല്ലേ. ഇതിനൊരു പരിഹാരം ഉണ്ടാവണ്ടേ? 1ഉം 2ഉം 3ഉമാണോ? ഓരോ മാസവും ഓരോ ദിവസവും ഇത് നടന്നുകൊണ്ടിരിക്കല്ലേ. നിലമ്പൂരുകാർക്ക് പറയാനുള്ളത്, ഞങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പോകുമ്പോൾ നിങ്ങൾക്കറിയാലോ, ഓരോ വീട്ടിൽ കയറുമ്പോഴും ആളുകൾ പറയുന്നത് എന്താ? ഈ നിലമ്പൂരിലെ 7 പഞ്ചായത്തും ഒരു നഗരസഭയും, ഈ നഗരസഭയിലും ഒഴികെ ഈ പറയുന്ന 7 പഞ്ചായത്തും ചുറ്റുപാടും ഈ പറയുന്ന ഫോറസ്റ്റാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ്. അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈ പറയുന്ന കാട്ടാന ശല്യം, കാട്ടുമൃഗ ശല്യമാണ്. ജനങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ഇതിനൊരു പരിഹാരമുണ്ടായേ പറ്റൂ. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്തുന്ന പ്രധാനമായ വിഷയം. അതിൽ നിന്ന് വഴിതെറ്റിക്കാൻ ബോധപൂർവമായ ചർച്ചകൾ ഉണ്ടാക്കാനാണ് CPM ശ്രമിക്കുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രമിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരുകാർക്ക് ഞങ്ങൾക്ക് ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. രാഷ്ട്രീയമായ വന്യമൃഗശല്യ വിഷയം തന്നെ നിങ്ങൾ ഉന്നയിച്ചുകൊണ്ടേ മുന്നോട്ട് പോകും. ഞങ്ങൾ അതാണല്ലോ ഉന്നയിക്കുന്നുണ്ടല്ലോ. നേരത്തെ ഉന്നയിച്ച് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനമായ ചർച്ചാ വിഷയം അത് തന്നെയല്ലേ. 9 വർഷത്തെ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥത കൊണ്ട്, അഴിമതി കൊണ്ട് ഇന്ന് കേരളം അനുഭവിക്കുന്ന ദുസ്ഥിതി, അതിന്റെ ഭാഗമായി നിലമ്പൂർ പൂർണ്ണമായി അവഗണിക്കപ്പെട്ടതും നിലമ്പൂരിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുസ്ഥിതിയും, ഇതിനൊരു പരിഹാരമുണ്ടാവണം. ഇതിന് തെരഞ്ഞെടുപ്പിനെ കൃത്യമായി ഈ രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യും. യാതൊരു സംശയവും കാര്യത്തിലില്ല. ഇപ്പോൾ വലിയ പ്രതിഷേധമായിരുന്നു നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ അരങ്ങേറിയത്. അതിനുശേഷമാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് മാധ്യമങ്ങളെ കണ്ടത്. അവിടെ നിന്ന് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കിയതിലടക്കം UDF കോൺഗ്രസ് നേതാക്കൾ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഇത് വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ടുണ്ടായ സാഹചര്യമെന്നാണ് UDF ആരോപിക്കുന്നത്. ഈ കെണി സ്ഥാപിച്ചതടക്കം അത്തരത്തിൽ വന്യജീവി സംഘർഷം അല്ലെങ്കിൽ വന്യജീവി ആക്രമണങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇങ്ങനെ കെണി സ്ഥാപിച്ചതെന്ന് UDF ആരോപിക്കുന്നു. പക്ഷേ ആ സ്ഥലത്ത് നിന്നുള്ള സാഹചര്യങ്ങളിൽ അത് ഒരു വേലി, ഏതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രിക് ഫെൻസിംഗ് ആണ് എന്ന് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാനാകുന്നില്ല. മൃഗങ്ങളെ പിടികൂടുവാൻ വെച്ച കെണിയാണ് എന്നതാണ് നിലവിൽ മനസ്സിലാക്കുന്ന. ആ പ്രദേശത്തുള്ള ആളുകൾ പോലും
ഈ സംഭവ സ്ഥലത്ത് നിന്ന് നമ്മൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും ആ പ്രദേശത്തു നിന്നുള്ള ആളുകൾ പറയുന്നത് മുമ്പ് അങ്ങനെ അവിടെ ഒരു വേലി ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല, അത് സ്ഥിരമായ സംവിധാനമല്ല, താൽക്കാലികമായി ഉണ്ടാക്കിയ ഒരു കെണി എന്നത് തന്നെയാണ് വിലയിരുത്തുന്നത്. അത് കുറച്ചകലെ നിന്ന് തന്നെ ഇലക്ട്രിക് പോസ്റ്റ് തൊട്ടടുത്തില്ലാത്ത സ്ഥലമാണ്, ദൂരെ നിന്ന് വൈദ്യുതി എത്തിച്ച് ഉണ്ടാക്കിയെടുത്തൊരു കെണിയാണ്. അവിടെയാണ് ഈ പാവം കുട്ടികൾ അറിയാതെ വന്ന് പെട്ടുപോയത്.